ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം കറുവപ്പട്ട, അതുപോലെ തന്നെ ഒരു 2 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നന്നായി വഴന്നു വരുമ്പം ഇതിലേക്കൊരു 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയിട്ട് അതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു തക്കാളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു പേസ്റ്റും കൂടെ നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ തന്നെ തെളിഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിനായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ബസ്മതി റൈസിൻ്റെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ചോറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ചോറ് വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും മതി. എന്തിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ തന്നെ ചോറിൻ്റെ എല്ലാ വശത്തേക്കും വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കാഷ്യൂ നട്ട്സിൻ്റെ പകരം നമുക്ക് കപ്പലണ്ടി വേണമെങ്കിലും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കപ്പലണ്ടിയും കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമല്ലേ, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണിത്. ഇത് കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു അച്ചാറോ സാലഡോ എന്തെങ്കിലും മാത്രം മതി. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് റൈസ് ഉണ്ടാക്കി നോക്കണേ.